സവിനയം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഒരു കേരള ട്രാജഡി. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. എന്നിരുന്നാലും നിങ്ങൾ ആരെങ്കിലുമായി ഒരു ചെറിയ സാമ്യമെങ്കിലും തോന്നിയാൽ ഞങ്ങൾ തികച്ചും നിരപരാധികളായിരിക്കും. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? മണലരിച്ചു തരൂ, അരിപ്പ ഞാൻ എടുത്തു തരാ. തന്നെത്താനെ അങ്ങ് അരിച്ചാൽ മതി, സുഖമില്ല വിരലുകൾക്ക്. ഒന്ന് സഹകരിക്കാവോ? പിന്നെന്താ സാർ, നമ്മുടെ കമ്പനിയുടെ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. എടുത്തിക്കോളൂ. ഈ തറവാട്ടി സ്ത്രീ സാന്നിധ്യോ? ഇങ്ങനെ വെയിലത്ത് നടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ സാറ് ചെലവിന് തരുമോ? അച്ഛാ, മോരെ പെണ്ണെ വിളിച്ചിറക്കിക്കൊണ്ടോ നിൽക്കുന്നു. ഒന്നാമത്തവന് രണ്ടാമത്തവന് രണ്ടും കേട്ടവൻ ഇവിടെ ഞാൻ നിൽക്കുമ്പോഴാ. എന്റെ പൊന്നുമോളെ, നീ ഇവന്റെ എന്തോ കണ്ടോണ്ട്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി, നാട്ടുകാര് പറയും പഴച്ചു. ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ടോണ്ടാണല്ലോ ഈ കെട്ടും കിടക്കെ എടുത്തോണ്ടിങ്ങോട്ട് വന്നത്. വേണ്ട ഫാത്തിമ, തർക്കിക്കണ്ട. ആരതിയായിട്ടുള്ള ആദ്യ രാത്രി ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ ഈ പകല് താണ്ടിക്കത്തില്ല. ഇനിയൊരു ശക്തിക്കും ഞങ്ങൾ പിരിക്കാനാവില്ല. നിന്റെ കഷ്ടാലം മോളെ, ഞാൻ പോയി നിലവിളക്ക് എടുക്കട്ടെ. വയ്യേ? പിന്നെ ഞാൻ കൂടെ അവിടെ ഈത്തപ്പഴത്തിന്റെ കുരുകളാ നിൽക്കുന്ന. അവന്റെ പെണ്ണിറങ്ങി വന്നോണ്ട് അവൻ കെട്ടുന്നത്. എന്ന് വെച്ച് ഞാനല്ലേ മൂത്തത്, അവളെ ഞാൻ കെട്ടിയിട്ട് മതി അവൻ കെട്ടുന്നത്. ഇന്ത്യ നീ പോടകോഴി. എന്റെ പൊന്ന് കാരണവരെ ഞാൻ എന്റെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി വന്നേ, അല്ലാണ്ട് തന്റെ ഓന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വന്നല്ല. കുറച്ച് നേരം വന്നാൽ പ്രസവിച്ചാലോ. ഒന്ന് കൂടെ നിന്നായിരുന്നു ഇപ്പൊ കല്യാണം നടന്നു പോയത്. ചേട്ടാ, ഈ അച്ഛൻ എന്താ സെയിൽസ് ഗേളെ പോലും വെറുതെ വിടരുത്.